വ്ളോഗ്സ്. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതായത് എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ട്. സ്പെഷ്യാലിറ്റീസ് മീൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് റെഡി ആവണം, സാരി എടുക്കണം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. അങ്ങനെ സാരിയൊക്കെ പെട്ടെന്ന് എടുത്തു. ഞാനല്ല കേട്ടോ, അമ്മയാണ് ഉടുപ്പിച്ച് തന്നത്. അത് പിന്നെ വേറൊരു നിവൃത്തിയും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എടുക്കാൻ നിൽക്കുകയുള്ളൂ. അമ്മ ഉണ്ടെങ്കിൽ പിന്നെ അമ്മ തന്നെ ശരണം. അങ്ങനെ സാരിയൊക്കെ അമ്മനെ കൊണ്ട് പെട്ടെന്ന് ഉടുപ്പിച്ച് ഞാൻ പിന്നെ ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്തു. മേക്കപ്പ് എന്നൊന്നും പറയാനില്ല. മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, പിന്നെ കുറച്ച് കോമ്പാക്റ്റ് ഇട്ടു, കണ്ണെഴുതി, ലിപ്സ്റ്റിക്ക് ഇട്ടു, പൊട്ട് തൊട്ടു. ഇപ്പോൾ ദാ എൻ്റെ താലി എടുത്തിട്ടു. പിന്നെ ഞാൻ കുറച്ച് സിന്ദൂരമൊക്കെ തൊട്ട് അങ്ങനെ അത്രയേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഭയങ്കര മേക്കപ്പൊന്നുമില്ല. അങ്ങനെ ഞാൻ റെഡിയായി. ഇനി ഞാൻ ഇതാ കല്യാണ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല അല്ലേ, ഞാനിപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നത് കല്യാണപ്പെണ്ണിൻ്റെ കൂടെയാണ് കേട്ടോ. ആരൊക്കെയോ കമൻ്റ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അമ്മുൻ്റെ കല്യാണത്തിന് വരുന്നുണ്ടോയെന്ന്. അപ്പം ഞാൻ ദേ എത്തിയിട്ടുണ്ട്. പെണ്ണും ചെക്കനും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഞാനാണെങ്കിൽ സാരി ബ്ലൗസോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇന്നലെ രാത്രിയാണ് കേട്ടോ പറയുന്നത് അമ്പലത്തിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കി. അതെ, ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പ്രസാദമൊക്കെ കിട്ടിയിരുന്നു അവിടുന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇവളെ പിന്നെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും. പിന്നെ കല്യാണപ്പെണ്ണിൻ്റെ അനിയത്തി കൂടിയാണ് സൂര്യ. എനിക്ക് എല്ലാ വീഡിയോസും എടുത്തു തരാറൊക്കെ സൂര്യയായിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഖത്തറിലേക്ക് പോയപ്പോൾ ഒരുപാട് മിസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നത് ഓട്ടോയിലാണ്. അങ്ങനെ താഴെ ഇറങ്ങി ഞങ്ങളിതാ വീട്ടിലോട്ട് നടക്കുകയാണ്. നല്ല വെയിലായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ പിന്നെ ഞാനും സൂര്യയും കൂടെ എൻ്റെ സാരി എടുത്ത് തലയിലൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോഴാണ് ദേ ഇവള് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് സൂര്യയ്ക്കൊരു കുത്തൊക്കെ കിട്ടി പാവം. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ ചായ കുടിക്കുകയാണ്. നല്ല വിശപ്പായിട്ട് അപ്പോഴേക്കും പിന്നെ സാരി ഒന്നും മാറ്റാനുള്ള സാവകാശമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അമ്മേൻ്റെ അടുത്ത് ദോശയും കാപ്പിയൊക്കെ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ മുടിയൊന്നും മേലോട്ട് കെട്ടിവെച്ചു, കാരണം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. വെയിലത്തുനിന്ന് വന്നുകൊണ്ട് അങ്ങനെ ദോശ കഴിക്കുകയാണ്. ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കഴിക്കാൻ കേട്ടോ. അമ്പലത്തിലൊക്കെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ അന്ന് നടന്ന കാര്യം മുഴുവൻ ഷെയർ ചെയ്യാതെ എനിക്ക് എന്തൊക്കെയോ പോലെയാണ് കേട്ടോ. എല്ലാ കാര്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കുറേ ആയിട്ട് സാരി ഒന്നും ഉടുക്കാത്തത് കൊണ്ട് ഇന്നിപ്പോൾ ഉടുത്തപ്പോൾ എന്തൊക്കെയോ ഒരുമാതിരി പോലെ തോന്നി കേട്ടോ. എന്നാലും നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എനിക്കാണെങ്കിൽ സാരിയൊക്കെ ഉടുത്ത് താലിയിട്ട് സിന്ദൂരൊക്കെ തൊട്ടപ്പോഴേക്കും ഞാനാകെ എന്തോ വലിയൊരാളായതുപോലെയൊക്കെ തോന്നി കേട്ടോ. ഹലോ, അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്ന് ചായയൊക്കെ കുടിച്ചു. ഇനി എന്താ പരിപാടി? കുറേ പരിപാടികളുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തിൻ്റെ കല്യാണമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അടിച്ചു വിളിക്കണ്ടേ? എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്താണ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. ഞാൻ രാവിലെ പോകുമ്പോൾ ഇട്ട ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഞാൻ തിരിച്ചു വരാൻ 10 മണിയായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ടൊന്നും എൻ്റെ ലിപ്സ്റ്റിക്ക് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞാൻ രാവിലെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഉണ്ടല്ലേ. എനിക്കറിയാം നിങ്ങൾ അതാണ് ശ്രദ്ധിക്കുന്നതെന്നുള്ളത്. രാവിലെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പം പറയാതിരുന്നത്. വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വേറൊന്നല്ല, മാമ എർത്തിൻ്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്സ് ആണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി എന്താ പറയാൻ ചോദിച്ചാൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്കറിയാം എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുന്നത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല ക്രീമി മാറ്റ് ഫിനിഷിൽ കിട്ടുന്ന, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ടെക്സ്ചറിൽ കിട്ടുന്ന ലിപ്സ്റ്റിക്സ് ആയിരിക്കും അല്ലേ. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഈ ഒരു മാമ എർത്തിൻ്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്സ്. അതിൽ ഒരു തർക്കവും 100% ഷുവറാണ്. ഇത്രയും ഷെയ്ഡ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇത് ഞാൻ എൻ്റെ ലിപ്പിലിട്ടിട്ടും കാണിച്ചു തരാം. എന്തായാലും ഇഷ്ടപ്പെടും ഗൈസ്. അപ്പം മിസ് ചെയ്യാതെ ഓരോ ഷെയ്ഡും കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഞാൻ ഡാർക്ക് ഷെയ്ഡിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഷെയ്ഡ് വരുന്നത് ക്രാൻബെറി ക്രഷ്, ഷെയ്ഡ് നമ്പർ 09. നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത്. എനിക്ക് പേഴ്സണലി ഡാർക്ക് ഷെയ്ഡ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഡാർക്ക് ഷെയ്ഡ് ഇടുമ്പോൾ ഒന്നുകൂടെ ബ്രൈറ്റ് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അടുത്തതൊരു അടിപൊളി റെഡ് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നെയിം വരുന്നത് റൂബി ക്രഷ്, ഷെയ്ഡ് നമ്പർ 01.
നല്ലൊരു റൊമാൻറ്റിക് റെഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒരുവിധം എല്ലാവർക്കും സ്യൂട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എനിക്ക് ഏതൊക്കെയാണ് മാച്ച് ആവുന്നതെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഇനി അടുത്തത് ഷെയ്ഡ് നെയിം ടുലിപ്പ് മജന്ത, ഷെയ്ഡ് നമ്പർ 05. ഇത് നല്ലൊരു പിങ്ക്, ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു റൊമാൻറ്റിക് പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടുത്തത് ഷെയ്ഡ് നെയിം പിങ്ക് റോസ്, ഷെയ്ഡ് നമ്പർ 03. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് അടിപൊളി ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് റോസ് ന്യൂഡ് എന്നാണ്, ഷെയ്ഡ് നെയിം 02, ഷെയ്ഡ് നമ്പർ. ഇത് കുറച്ചുകൂടി ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ന്യൂഡ് ഷെയ്ഡിനോടൊന്നും താല്പര്യമില്ല. ഇത് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. അടുത്തത് ഷെയ്ഡ് നെയിം മോവ് ബ്ലൂം, ഷെയ്ഡ് നമ്പർ 04. ഇതും ഒരു ലൈറ്റ് കളറാണ്. ന്യൂഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി, നല്ല ഷെയ്ഡാണ്. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ്സിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം കേട്ടോ. ബട്ട് ഞാനിത് ഇടും. അടുത്തത് വരുന്നത് ഷെയ്ഡ് നെയിം ഹിബിസ്കസ് ന്യൂഡ്, ഷെയ്ഡ് നമ്പർ 08. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തത് ഷെയ്ഡ് നെയിം പില്ലോ ന്യൂഡ്, ഷെയ്ഡ് നമ്പർ 07. ഇതാണെങ്കിൽ ഭയങ്കര ന്യൂഡാണ് കേട്ടോ. ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല, എനിക്ക് മാച്ച് ആവുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇത് മാച്ച് ആവുന്ന ആൾക്കാരും ഉണ്ടാവും. അടുത്ത ഷെയ്ഡ് വരുന്നത് ആപ്രിക്കോട്ട് ടോപ്പ്, ഷെയ്ഡ് നമ്പർ 06. ഇതെനിക്കിഷ്ടമായി കേട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അങ്ങനെ അടിപൊളി കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ഇതിൽ വീണു പോയിട്ടോ. നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ കണ്ടില്ലേ ഇത്രയും കളേഴ്സ് ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ്. നിങ്ങൾക്ക് മാച്ച് ആവുന്ന കുറേ ഷെയ്ഡ്സ് ഇതിലുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺസിന് പറ്റിയിട്ടുള്ള 9 വൈബ്രൻറ്റ് കളേഴ്സ് ഈ ഒരു മാമാഅർത്തിൻ്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ ടോക്സിൻസോ ഹാംഫുൾ കെമിക്കൽസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് എവറിഡേ യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. അത് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്. അപ്പം നമുക്കിങ്ങനെ ചില ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മൾ ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇങ്ങനെ എടുത്തറിയാം അതിൻ്റെ ഒരു എന്താ ഡ്രൈനെസ്സും എല്ലാം കൊണ്ടും. ബട്ട് ഇത് അങ്ങനെ ഒന്നുമല്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു എന്താണ് ലിപ്സ്റ്റിക്സ് ആണ്. മെയ്ഡ് സേഫ് ആൻഡ് സർട്ടിഫൈഡ് ആണ്. പിന്നെയെന്ന് വെച്ചാൽ 8 hours വരെ ലോങ് ലാസ്റ്റ് ചെയ്യും ഗൈസ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണല്ലോ ലോങ് ലാസ്റ്റ് ചെയ്യാന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇത് 8 hours വരെ ലോങ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ മുർമുറു ബട്ടർ ആൻഡ് വിറ്റാമിൻ ഇ ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. ഒറ്റ സ്റ്റോക്കിൽ തന്നെ സംഭവം സെറ്റ് ആവും കേട്ടോ. ഇനി ആ കാര്യത്തിൽ ആർക്കും പേടി വേണ്ട, ഓർ ടെൻഷൻ വേണ്ട, എല്ലാവർക്കും സന്തോഷമായില്ലേ? പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഒരു ലിപ്സ്റ്റിക്സിന് വരുന്നത് വെറും 399 മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസും എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇനി എന്തിനാണ് വായിക്കുന്നത്? എല്ലാവരും പെട്ടെന്ന് പോയി ഓർഡർ ചെയ്തോളൂ. മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ മാമാഅർത്തിൻ്റെ വെബ്സൈറ്റിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് DVlogs 2024 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ആൻഡ് വൺ മോർ തിങ്, മാമാഅർത്ത് നിങ്ങളെ കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ യൂസ് ദെയർ പ്രോഡക്ട്സ് ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്സ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അവരുടെ ഒനിയൻ ഷാമ്പൂവിൽ പല ഇമ്പ്രൂവ്മെൻറ്റ്സും വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ലിപ്സ്റ്റിക്സ് കാണിച്ച സമയം പോയത് അറിഞ്ഞതേ ഇല്ല. എനിക്ക് ഈ സാരിയൊക്കെ ഒന്ന് മാറ്റണം. ഇത് കുറേ ആയിട്ട് ഉടുക്കാത്തതുകൊണ്ട് ഉടുത്തിട്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ സാരിയൊക്കെ മാറ്റിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ മാറി താഴെ വന്ന് നോക്കിയപ്പോൾ അമ്മ ദേ എനിക്ക് ചക്കപ്പുഴുക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കല്യാണ വീട്ടിൽ പുഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടുന്ന് വീഡിയോ എടുക്കുകയായതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതേ അമ്മ എനിക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് വരാം. കണ്ടോ, ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നെയാണ് ചക്കയും, പിന്നെ ഇതേ അച്ചാറും ഉണ്ട്. ആഹാ, നിങ്ങൾക്ക് ഇഷ്ടമാണോ ചക്ക? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ബാക്കി കാണാം.
അങ്ങനെ ചക്ക കഴിച്ച് കുറച്ച് പവർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് അടിച്ച് വാരി ഇട്ടേക്കാന്ന്. ഫസ്റ്റ് ആ മാറ്റൊന്ന് മടക്കി അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ലാസ്റ്റ് പുറത്ത് കൊണ്ടുപോയി മുട്ടിയിട്ട് അവിടെ വിരിച്ചിടും കേട്ടോ. അങ്ങനെ അടിച്ച് വാരി. ചക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. എപ്പോഴും ഞാൻ വീഡിയോസിലൊക്കെ പറയാറുണ്ട് ചക്ക എൻ്റെ ഫേവറേറ്റ് ആണെന്ന്. ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേ എനിക്ക് ചക്ക എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ന് ചക്ക കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഞാൻ പുറത്തേക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇറങ്ങുന്നത് ഇപ്പോഴാണ് കേട്ടോ. പിന്നെ അതേ ആ കാണുന്നതാണ് നമ്മുടെ കല്യാണ വീട്. ഇത്രയും അടുത്താണ്. അപ്പം ഞാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞത്, ഞാൻ ഓരോ തിരക്കിലായി. ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുക്കേണ്ട തിരക്കും ഒരു ദിവസം ഫുൾ അങ്ങനെ പോയി. അങ്ങനെ ഓരോ തിരക്കിൽ എനിക്ക് ഫ്രീ ആയിട്ടൊന്നും എങ്ങോട്ടും ഇറങ്ങാനോ പോകാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ജസ്റ്റ് മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഇവിടുത്തെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ കാണാത്ത കുറേ പൂവുകളും ചെടികളും ഒക്കെ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി. ആ പൂവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ അകത്തോട്ട് തന്നെ കയറി. ഇവിടെയൊക്കെ ആണെങ്കിൽ ഫുൾ കൃഷിൻ്റെ ടോയ്സാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോഴേക്കും അവിടുന്ന് ചോറ് കഴിക്കാമെന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ അപ്പം ചക്ക കഴിച്ചതുകൊണ്ട് തീരെ വിശപ്പൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് ചോറ് എങ്ങനെയൊക്കെയോ കഴിച്ചു. കല്യാണപ്പെട്ടും നമ്മുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി കുറച്ച് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും എൻ്റെ ഡ്രസ്സ് ആർഡർ ചെയ്യാൻ കൊടുത്തത് അച്ഛൻ വാങ്ങിച്ചു കൊണ്ട് തന്നിരുന്നു. അങ്ങനെ അത് ഞാൻ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് പോവാണ്. കാരണം ഇന്നിടാനുള്ളതും നാളെ ഇടാനുള്ളതും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തിരിച്ച് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പോയി ഡ്രസ്സ് ഇട്ട് നോക്കി. ഞാൻ വൈകുന്നേരം കാണിച്ചു തരാം കേട്ടോ എന്താ ഇടുന്നത് എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ക്ഷീണമായി ഗൈസ്. അങ്ങനെ കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടൊക്കെ അങ്ങോട്ടേക്ക് പോവാം. കുറച്ച് സമയം ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ബട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഗൈസ്. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനിടയിലുള്ള വീഡിയോസൊന്നും എടുക്കാനും പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇരുടായിട്ടുണ്ടായിരുന്നു. അവിടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഞാൻ ഇത്രയും സമയം എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തു, അത് അപ്ലോഡ് ചെയ്യാനിട്ടു. അതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അതിനിടയ്ക്ക്. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. പെട്ടെന്ന് റെഡിയായി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. റെഡി ആകുമ്പോഴൊക്കെ ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എവിടെയെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ സൂര്യ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മു ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. അവിടെ ഒരു കൃഷ്ണനെ വരച്ചത് കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അവളെ മാമൻ വരച്ചതാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഇതേ വേറൊരു യൂട്യൂബർ ഉണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് നമ്മുടെ ഹണിയുടെ എൻട്രി. ഇവളെയും എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കിയിരുന്നു വാ 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 എന്ന്. അങ്ങനെ അവളും അവളുടെ അമ്മയും പിന്നെ ചേച്ചിയും എല്ലാവരും കൂടെ വന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവരും പറഞ്ഞു ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അതിനിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി പിന്നെ ആ ഒരു ഫ്ലോ അങ്ങ് പോവുമല്ലോ. അതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ, നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പോവാമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പോയി. പെട്ടെന്ന് നമ്മൾ പരിപാടി തുടങ്ങി. കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോഴാണ് അവളവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു വാ 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 എന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഫോൺ വേറെ ഒരാളുടെ അടുത്ത് കൊടുത്തിട്ട് ഞങ്ങളും അവിടെ പോയി ഇരുന്നു കേട്ടോ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ആർമാദിക്കായിരുന്നു ഗൈസ്. ഫുൾ പാട്ടൊക്കെ വെച്ച് നല്ല വൈബായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ പോയി ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് വരൂ.
സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ, എന്നാലും നമ്മൾ ലാസ്റ്റിലോട്ടാണ് കുറച്ചുകൂടെ വയലൻ്റായി ആടി തിമിർത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.